Hi, Detective Ujjalan, written and directed by ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ, രാഹുൽ ജി. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സിനിമ എഴുതിയതും സംവിധാനം ചെയ്തതും. ഡെബ്യൂ ഡയറക്ടേഴ്സാണ്. ഇതൊരു ഡിറ്റക്റ്റീവ് കോമിക് ത്രില്ലറാണ്. ഒരു ഗ്രാമത്തിലെ ഒരു ലോക്കൽ ഡിറ്റക്റ്റീവിന്റെ സ്റ്റോറിയാണ് ഇതിനകത്തിൽ പറഞ്ഞു പോകുന്നത്. ഇതിനകത്തിൽ മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, സിജു വിൽസൺ, റോണി ഡേവിഡ് രാജ്, കോട്ടയം നസീർ, സീമാജി നായർ എന്നിവരാണ്. സിനിമയിലേക്ക് വരുമ്പം കുറച്ച് കോമിക് എലമെന്റ് ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു ത്രില്ലിംഗ് എലമെന്റ് ഒക്കെ തരുന്ന ഒരു സിനിമയാണ്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പം ത്രൂ ഔട്ട് ആ ഒരു സീരിയസ്നെസ്സിലോട്ട് പോകുന്നതിന് മുന്നേ വരെ കുറെ കോമഡീസ് ഒക്കെ ഇതിനകത്തിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് തിയേറ്ററിൽ കണ്ടപ്പം ഒട്ടും രസിച്ചിട്ടില്ല. അതായത് ഈ കോമഡി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതിന് ഒട്ടും ഫണ്ണായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിനകത്തിലെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിനകത്തിലെ ഒരു കാസ്റ്റാണ്. അതായത് ധ്യാൻ ശ്രീനിവാസൻ, മെയിൻ ലീഡ് ചെയ്തിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസന്റെ കാസ്റ്റിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളിക്കാരൻ ഇന്റർവ്യൂസിലൊക്കെ ഇരുന്നിട്ട് നേരിട്ട് ഇറങ്ങി വന്ന് ഒരു സിനിമയിലോട്ട് അഭിനയിച്ചേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അതേ ഡ്രസ്സ്, അതേ മുണ്ട്, അത് വെച്ച് നേരെ ഇറങ്ങി വന്നേക്കുകയാണ്. അപ്പം ഇന്റർവ്യൂസിലൊക്കെ ഇരുന്ന് പറയുന്ന പോലെ കുറച്ച് ഫൺ എലമെന്റ് തന്നെ ഇതിനകത്തിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്തിലൊന്നും ഇല്ല. എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടില്ല പെർഫോമൻസ് ധ്യാനിന്റെ. അപ്പോൾ ഇതിന് പകരം വിനീത് ശ്രീനിവാസൻ ആയിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. കാരണം കുറച്ചുകൂടൊക്കെ അതായത് ഒരു ക്യാരക്ടറിനെ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇതിനകത്ത് പെർഫോമൻസ് ചെയ്തതാണ്. ഇത് ചുമ്മാ ചെയ്തു പോയേക്കുവാണ്. ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടൊന്നും തോന്നിക്കത്തില്ല. ആ ക്യാരക്ടറിനോട് ഒരു അറ്റാച്ച്മെന്റ് പോലും ഇതിനകത്തിൽ തോന്നിക്കത്തില്ല നമുക്ക്. നമ്മൾ ആക്ച്വലി ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പാറ്റേണിലുള്ള സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതിനകത്തിലെ ഒരു മെയിൻ ലീഡിലോട്ട് നമുക്കൊരു കണക്ഷൻ തോന്നിയാലേ ആ സിനിമകളോടൊപ്പം മൂവ് ചെയ്യാനും നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവത്തുള്ളൂ. പക്ഷെ ഇതിനകത്തിൽ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സോഫിയ പോളാണ്. ബാംഗ്ലൂർ ഡേയ്സ്, മിന്നൽ മുരളി, RDX, ഇതിനൊക്കെ ശേഷം ഒരു സിനിമയും കൂടെ ഇറങ്ങിയിരുന്നു. അത് ആക്ച്വലി ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല. ആന്റണി പേപ്പയുടെ ഒരു പടം ഇറങ്ങിയായിരുന്നു, ഞാനും ഇതിനെ കണ്ടില്ല. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പം ആ സിനിമ, അതായത് ആന്റണി പേപ്പയുടെ സിനിമ ഇവർ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നു. കാരണം നല്ല സിനിമകളുടെ പേര് മാത്രം വന്നാൽ മതിയല്ലോ, ആൾക്കാർ കണ്ടാൽ മതിയല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ പരാജയമായിട്ടുള്ള സിനിമയുടെ പേര് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് മെയിനായിട്ടും ഒരു മിനിമം ഗ്യാരണ്ടി കാണും. കാരണം പ്രൊഡക്ഷനിലാണെങ്കിൽ നല്ലൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡിറ്റക്റ്റീവ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ധ്യാനിന്റെ ഒരു ലോക്കൽ പടം കാണുന്ന ഒരു ഫീല്, ഒരു സ്ഥിരം പടം കാണുന്ന ഒരു ഫീൽ ഒരിക്കലും തോന്നത്തില്ല. പിന്നെ ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് RC ആണ്. അടികപ്പ്യാരെ കൂട്ടമണി, ജേക്കബിന്റെ സ്വർഗരാജ്യം, ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്തിട്ട് നന്നായിട്ട് വന്നിട്ടുള്ള വർക്കാണ്. പക്ഷെ ഇതിനകത്തിൽ ഉജ്ജ്വലിലോട്ട് വരുമ്പോൾ എനിക്ക് ഇതിലെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും അത്ര വർക്കായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയാനും തോന്നില്ല. പിന്നെ ഒരു തവണ കാണാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഈ സിനിമയ്ക്ക് ഉണ്ട്. കാരണം ധ്യാനിന്റെ മറ്റ് സിനിമകളെ പോലല്ല, നമുക്കൊരു തവണ ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ മെയിൻ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരു കളർ ഗ്രേഡിങ് ആണ്. കാരണം CG ചെയ്ത് വെച്ചിരിക്കുന്നത് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് ചെയ്തു വെച്ചേക്കുന്നതാണെന്ന് തന്നെ. അവർ എൻഹാൻസ് ചെയ്തത് ഒട്ടും എനിക്ക് റെഡി ആയിട്ട് വന്നിട്ടില്ല. അത് നമുക്ക് ഓരോ ഫ്രെയിമും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിനകത്തിൽ ഒട്ടും എൻഹാൻസ് കറക്റ്റ് ആയിട്ടില്ല. ഈ സിനിമയും ഒരു ശരാശരി നിലവാരത്തിലേക്ക് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പോകുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറിയോ അല്ലെങ്കിൽ ഒരു ഓർഡിനറി ആയിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ടോട്ടലി സാറ്റിസ്ഫാക്ഷനും അതുപോലെ തന്നെയാണ്. ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല.